ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ പണക്കൊതിയനായ ഒരു കച്ചവടക്കാരൻ്റെതാണ്. പണ്ട് പണ്ട് നടന്ന ഒരു കഥയാണ്. വഞ്ചിയൂർ എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണ് മഞ്ചാടിപ്പുഴ. ഈ മഞ്ചാടിപ്പുഴ നീന്തി അക്കരെ ചെന്നാൽ മനോഹരമായ കച്ചവട കേന്ദ്രങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഇത് വാങ്ങുന്നതിനായി 5 പേർ ഒരു ചെറു വഞ്ചിയിൽ കയറി യാത്രയായി. അങ്ങനെ കുറേ ദൂരം വഞ്ചി തുഴഞ്ഞ് ചെറിയ വഞ്ചിയായിരുന്നു കേട്ടോ. പുഴയുടെ നടുക്കെത്തിയപ്പോ വഞ്ചി അതാ അടക്കണു മറിഞ്ഞിട്ട്. 5 പേരും വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി. പക്ഷേ അവർക്കൊക്കെ നീന്തൽ അറിയാമായിരുന്നു. 4 പേര് നന്നായിട്ട് നീന്തി അക്കരെ എത്താനായിട്ടോ. ഒരാൾ മാത്രം നീന്തി എത്തുന്നേയില്ല. മുന്നിൽ നീന്തുന്ന ആള് പറഞ്ഞു, എടാ രാമ, നീ വേഗം തുഴഞ്ഞു വാ, നല്ല മഴ വരുന്നു, പുഴയിൽ വെള്ളം കൂടിയാൽ നീ ആപത്തിൽപ്പെടും. അപ്പൊ രാമൻ പറഞ്ഞു, ഞാൻ എങ്ങനെ നീന്താനാണ്? എൻ്റെ കയ്യിൽ കുറേ ചില്ലറകളല്ലേ സാധനങ്ങൾ വാങ്ങാനുള്ള, പണക്കിഴിയല്ലേ, ഇതിന്റെ കനം കൊണ്ട് എനിക്ക് നീന്താൻ പറ്റണില്ലടാ. രാമൻ ഉറക്ക നിലവിളിച്ചു പറഞ്ഞു. അപ്പോ രണ്ടാമത് നീന്തിയ ആള് പറഞ്ഞു, നീ ആ പണക്കിഴിയൊക്കെ അരക്കെട്ടിൽ നിന്നും അഴിച്ച് വെള്ളത്തിലേക്ക് ഇട്ടോ, എന്നിട്ട് നീന്തി വാ, നിന്റെ ജീവനാണ് വലുത്, പണമല്ല. പണം നമുക്ക് നാളെയും ഉണ്ടാക്കാം. പക്ഷേ രണ്ടാമൻ പറഞ്ഞതുണ്ടോ രാമൻ കേൾക്കണു. രാമന് പണത്തിനോട് ആർത്തിയായിരുന്നു. തൻ്റെ ജീവനേക്കാളും അവൻ പണത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. ആ പണവും കൊണ്ടവൻ വയ്യാതെ ഇങ്ങനെ നീന്തി നീന്തി വരികയാണ്. പെട്ടെന്നതാ കാറ്റും കൂളും പെരുമഴയും ഇടിയും. വെള്ളം പൊന്തി വന്നു. പുഴയിൽ എങ്ങനെയാണ് വെള്ളം പൊന്തുക? നിന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ പൊന്തി പൊന്തി വരിക ചെയ്യുക, അല്ലാതെ ഒഴുകി വരുമ്പോൾ പൊന്തുകയല്ല പുഴയിൽ ചെയ്യുക. മണ്ടൻ രാമൻ വെള്ളം വരുമ്പോഴേക്കും അക്കരെ എത്താമെന്ന് വെറുതെ മോഹിച്ചു. പക്ഷേ അവൻ നീന്തുന്ന സ്ഥലത്തുനിന്ന് തന്നെ വെള്ളം പൊന്തി വരികയും അവൻ ആ പുഴയിൽ ഒലിച്ചു പോവുകയും ചെയ്തു. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ? രാമൻ പാവമൊന്നുമല്ല, അവൻ പറഞ്ഞ കേൾക്കാത്തവനായിരുന്നു അല്ലേ? അവൻ്റെ നല്ല സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്തത് അവന് കേൾക്കാമായിരുന്നു. പക്ഷെ അവൻ കേട്ടോ? കേട്ടില്ല. പണത്തിനോട് ആർത്തി മൂത്ത് അവൻ അങ്ങനെ സ്വന്തം ജീവനെ അപകടപ്പെടുത്തി. ഈ കഥയിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്? നമ്മുടെ ജീവനാണ് നമുക്ക് വലുത്. പണത്തിനോട് അത്യാർത്തി പാടില്ല. പിന്നെയോ, നല്ല കൂട്ടുകാർ നമ്മളെ ഉപദേശിക്കുമ്പോൾ അത് നമ്മൾ അനുസരിക്കണം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.